പ്രഭാതത്തിലെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം 37 സങ്കീർത്തനം 6 വാക്യം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ദൈവത്തിനു സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാനും തിരുവചനത്തെ ഈ പ്രഭാതത്തിൽ ധ്യാനിപ്പാനും കർത്താവ് നമുക്കൊരു ഭാഗ്യം കൂടെ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണയായി നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പ്രത്യാശയുമെല്ലാം ദൈവം എന്തൊക്കെയോ നമുക്ക് വലിയൊരു സമ്മാനം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നന്മകൾ തന്ന് നീതി തന്ന് നമ്മുടെ വഴികളെയെല്ലാം പ്രകാശിപ്പിക്കും എന്നൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ നീതിയെ ഒന്നും കണക്കിടാതെ, നമ്മുടെ നന്മകളെ കണക്കിടാതെ ദൈവം നമുക്ക് അത്ഭുതകരമായി എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ആ തോന്നലുകളെ ഒന്ന് തിരുത്തി മാറ്റി എഴുതാൻ ദൈവാത്മാവ് താല്പര്യപ്പെടുകയാണ്. ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 37 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നീതി ഒന്നും ചെയ്യാതെ അനീതി മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയുകയില്ല. ന്യായം ഒന്നും പ്രവർത്തിക്കാതെ ജീവിതകാലം മുഴുവനും അന്യായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അവൻ്റെ വഴികളെ മധ്യാഹ്നം പോലെ പ്രകാശഭരിതമാക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടും തൻ്റെ മുൻപിൽ കൂടിയിരുന്ന ജനങ്ങളോടുമൊക്കെ താൻ തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുമ്പോൾ താൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഉള്ളവന് അധികമായി കൊടുക്കും, ഒന്നുമില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ പിടിച്ചു വാങ്ങിച്ചിട്ട് അവനെ വെറുതെ വിട്ടുകളയും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ, 4000 പേരെ പോഷിപ്പിച്ച, 7000 പേരെ പോഷിപ്പിച്ച, അങ്ങനെ അനേക സംഭവങ്ങൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തതായിട്ട് നമുക്കറിയാം. അവിടെയെല്ലാം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ അസാധ്യമാകുകയാണ്. എന്തെങ്കിലും അവൻ്റെ കൈവശമുള്ളവനെ കൊണ്ട് മാത്രമേ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ ഏലിയ പ്രവാചകനെ ദൈവം സരപ്തയിലെ വിധവയുടെ അടുത്തേക്ക് അയച്ചപ്പോൾ ആ വിധവയെ കണ്ട് ഏലിയാവ് ചോദിക്കുകയാണ്, നിൻ്റെ ഭവനത്തിൽ എന്തുണ്ട്? നീ വിറക് പെറുക്കിക്കൊണ്ട് പോകുമ്പോൾ വെള്ളം മാത്രമല്ല എനിക്ക് കൊണ്ടുവരേണ്ടത്, ഒരട അല്ലെങ്കിൽ ഒരു അപ്പമെങ്കിലും, ഒരു കഷ്ണം അപ്പമെങ്കിലും അതിൻ്റെ കൂടെ കൊണ്ടുവരണം, ഞാൻ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് അവളോട് പറഞ്ഞു. ദൈവം പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് അവളുടെ വാക്ക്, അയ്യോ യജമാനനെ, എൻ്റെ ഭവനത്തിൽ ഒന്നുമില്ല, അല്പം മാവും ഇച്ചിരി എണ്ണയും ഉണ്ട്, അതുകൊണ്ട് ഒരപ്പമുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും ദാരിദ്ര്യവും പട്ടിണിയും ക്ഷാമവും നിമിത്തം മരിക്കാനായി കാത്തിരിക്കുക. ഏലിയാവ് അവളോട് പറയുന്നതായ വാക്ക്, നിൻ്റെ കയ്യിൽ ഉള്ളതും കൊണ്ട് നീ ഒരു അപ്പക്കഷ്ണം ഉണ്ടാക്കി എനിക്കാദ്യം തരിക. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണമെങ്കിൽ ധാരാളമായി അവളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമെങ്കിൽ അവളുടെ ഭവനത്തെ അപ്പം കൊണ്ടും എണ്ണ കൊണ്ടും അങ്ങനെ ധാരാളം വിഭവങ്ങൾ കൊണ്ടും ദൈവത്തിന് അവളുടെ ഭവനത്തെ നിറയ്ക്കുവാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അത് ദൈവത്തിന് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. പക്ഷെങ്കിൽ ദൈവം ചെയ്ത പ്രവൃത്തിയോ ഏലിയാവിൽ കൂടെ ചെയ്യുന്നത്, നിൻ്റെ കയ്യിൽ എന്തുണ്ട് അതെൻ്റെ അടുത്ത് കൊണ്ടുവരിക, എനിക്ക് ഒരു അപ്പകഷ്ണം ഉണ്ടാക്കി കൊണ്ടുവരിക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഈ
വായിച്ചതായ വേദഭാഗത്ത് നാം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ദൈവം നിൻ്റെ നീതിയെ അത് പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ കയ്യിൽ നീതിയൊന്നുമില്ലെങ്കിലോ നാം എന്തു ചെയ്യും? നമുക്ക് പ്രകാശമുള്ളവരായി തീരുവാൻ കഴിയുകയില്ല. നമ്മുടെ പ്രതീക്ഷയെല്ലാം ദൈവം നമുക്ക് ധാരാളം നീതിയുടെ പാഴ്സൽ തരുമെന്ന, സമൃദ്ധിയുടെ പാഴ്സൽ തരുമെന്ന, ഇല്ലെങ്കിൽ ന്യായത്തിൻ്റെ പാഴ്സൽ തരുമെന്ന, നാം ചിന്തിക്കുന്നതെല്ലാം നീതിയായി നമുക്ക് കണക്കിടുമെന്ന് പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ വെളിപ്പാടിലും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആത്മീക വെളിച്ചത്തിലും കൂടെ ജ്ഞാനത്തിലും കൂടെ നാം ദൈവത്തെ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ പ്രമാണത്തെ പ്രമാണിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവന് ജീവിതത്തിൽ പൂർണ്ണനാകാൻ കഴിഞ്ഞില്ലെങ്കിലും അല്പസ്വല്പമൊക്കെ നീതി പ്രവർത്തിക്കുവാൻ അവനെക്കൊണ്ട് കഴിയും. ആ നീതിപൂർണമായ ഒരു ജീവിതം തുടരുന്ന ഒരു വ്യക്തിയെ അവൻ്റെ നീതി, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നതായ കാര്യം, അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നിൻ്റെ നീതി ഇപ്പോൾ എണ്ണപ്പെടാതെ, മനുഷ്യരാൽ അംഗീകരിക്കപ്പെടാതെ നിൻ്റെ നീതി വെളിച്ചം കാണാതെ കിടക്കുക. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ നമ്മോട് പ്രഘോഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ജീവിതത്തിൽ പല പ്രാവശ്യം ദൈവനാമത്തിൽ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവഭയത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീതി പ്രവർത്തിച്ചുവെങ്കിലും ആ നീതി പ്രകാശം കാണാതെ പോയി. അനേകരുടെ മുൻപിൽ അത് വെളിച്ചം കാണാതെ പോയി. ആ നീതി എണ്ണപ്പെടാതെ പോയി. ആ നീതിയെ അംഗീകരിക്കുന്നവർ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. നീതിമാൻ്റെ നീതിയെ മറിച്ചു കളയുവാൻ ധാരാളം ശത്രുക്കൾ പ്രവർത്തിച്ചു. നിന്റെ നീതി പ്രകാശിപ്പിക്കപ്പെടാതെ, പ്രകാശം കാണാതെ അന്ധകാരത്തിൽ മറയപ്പെട്ടതായ ഒരു അനുഭവമാണെങ്കിൽ ആ നീതിയെ ദൈവം പ്രഭാതം പോലെ പ്രകാശിപ്പിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത്. നമ്മൾ ധരിക്കുന്നത് വേറൊരു രീതിയിലാണ്. നമുക്കൊരു യോഗ്യതയും ഇല്ല കർത്താവേ എന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നോ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത കർത്താവ് തന്നിരിക്കുക. കർത്താവ് നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ സ്നേഹിച്ച സ്നേഹം ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാനും അവൻ്റെ കൃപയിൽ ആശ്രയിക്കുവാനും അവനിൽ വിശ്വസിച്ചിട്ട് നീതിയെ പിന്തുടരുവാനുള്ളതായ ഒരു ജ്ഞാനവും ദൈവം നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നാൽ ദൈവം തന്നിരിക്കുന്നതായ ആ ന്യായത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനം നാം വകവയ്ക്കാതെ അനുസരണം കെട്ടവരായി പോവുകയാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ നീതിയെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ ഈ ലോകത്തിന് പ്രകാരം നീതിമാനും അല്ലെങ്കിൽ ന്യായം പ്രവർത്തിക്കുന്നവനുമായിരുന്നാലും ഒരുപക്ഷെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മുൻപിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന നീതിയെക്കുറിച്ചും ദൈവം പ്രകാശിപ്പിക്കുന്നതായ ആ ന്യായത്തെക്കുറിച്ചുമുള്ള ഒരു വെളിപ്പാട്, ഒരു ജ്ഞാനം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു തുറകളിൽ അവൻ്റെ കാതുകളിൽ ദൈവം എത്തിക്കും. കാരണം അവൻ സ്വമേധയാ അല്ലെങ്കിൽ ജന്മനാൽ അല്ലെങ്കിൽ ന്യായപരമായിട്ട് അവൻ്റെ ആ മാനുഷിക സ്വഭാവത്തിൽ കൂടെയെങ്കിലും അവൻ നീതിയെ പ്രവർത്തിക്കുന്നവനും ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവനുമാണെങ്കിൽ അവനെ ദൈവത്തെ ഹിതപ്രകാരമുള്ള നീതിയെയും ന്യായത്തെയും കുറിച്ച് ബോധം വരുമാറ് സുവിശേഷം അവൻ്റെ കാതുകളിൽ എത്തുവാൻ ഏതെങ്കിലും ഒരു സാഹചര്യം ദൈവം ഒരുക്കും. കാരണം ദൈവം അങ്ങനെയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നു. അവരെ കൈവിടില്ല. അവരുടെ പ്രവൃത്തി വൃഥാവായി പോവുകയില്ല. അവരുടെ ജ്ഞാനം അജ്ഞാതകളിൽ അത് ഇരുണ്ടു പോകുകയില്ല. ദൈവം അങ്ങനെയുള്ള മനുഷ്യരെ കാത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാൻ ഉണ്ടോ എന്ന് കാണേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യനുണ്ടോ എന്ന് അറിയുവാൻ ഈ ഭൂമിയിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഊടാടി സഞ്ചരിക്കുകയാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഒരു നീതിപൂർണമായ ഒരു അനുഭവമാണ്. സകലത്തിനും നീതി ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നത് അതൊരു ദൈവിക ജ്ഞാനമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവനീതിയെ തിരസ്കരിച്ച് കളയുന്ന ഒരു അനുഭവമാണെങ്കിൽ ദൈവത്തിന് നമ്മെ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വരണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മുടെ സ്വഭാവത്തിൽ നീതി, ഒന്നും നമ്മുടെ കയ്യിൽ നീതിയില്ല എങ്കിൽ, ഒരു ന്യായവും നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ സന്ദർശിക്കയിൽ ഒരു ദിവസം ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ?
അവർ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ പകൽ മുഴുവൻ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവ് അവരെ വലുതും പിടിക്കുവാനുള്ളതായ, കൂട്ടുവാൻ വലുതും അവരുടെ ജീവിതത്തിൽ സമ്പാദിക്കുവാനുള്ളതായ വഴിയെ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു, ജ്ഞാനം പറഞ്ഞു കൊടുത്തു. കർത്താവ് പറഞ്ഞത് അവർ സന്തോഷത്തോടെ അംഗീകരിച്ചു. നോക്കൂ, ശിഷ്യന്മാരുടെ വാക്ക്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും ലഭിച്ചില്ല എങ്കിലും നിൻ്റെ വാക്ക് നിമിത്തം ഞങ്ങൾ അങ്ങനെ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒരനുഭവവും ബാക്കിയില്ലാത്തവർക്കും കൂടെ ദൈവത്തോടുള്ളതായ അനുസരണം നിമിത്തം അവരുടെ ജീവിതത്തിൽ നീതിയും അവരുടെ ജീവിതത്തിൽ ന്യായവും വന്നു ചേരുന്ന ഒരു അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുമ്പോൾ നീതിയല്ലാത്ത ജീവിതത്തിൽ നീതിപൂർണമായ ഒരു ജീവിതം ചെയ്യുവാൻ നമുക്ക് ദർശനം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രവിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, ന്യായം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത വ്യക്തികളിൽ ന്യായപരമായ ചില കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ അവരുടെ ബുദ്ധിയെ ദൈവം വശംവദനാക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് നീതിയെയും ന്യായത്തെയും ഉൾക്കൊള്ളുന്നവനാരോ അവൻ്റെ നീതിയെയും ന്യായത്തെയും എൻ്റെ അടുത്ത് കൊണ്ടുവരുവീൻ, ഞാനതിനെ പ്രകാശിപ്പിക്കാം എന്നാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൻ്റെ തൊട്ടു മുമ്പുള്ളതായ വചനം നാം ഒന്ന് നോക്കുമ്പോൾ, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിൻ്റെ നീതി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, നിൻ്റെ ന്യായം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, അത് മനുഷ്യരാൽ എണ്ണപ്പെടാത്ത ന്യായമാണെങ്കിലും മനുഷ്യരാൽ എണ്ണപ്പെടാത്ത നീതിയാണെങ്കിലും അത് ദൈവം ഭാരമേൽക്കുമ്പോൾ അതിൽ വലിയൊരു അനുഗ്രഹം, അവിടെ അതിനൊരു സാധ്യത ദൈവം കൊണ്ടുവരികയാണ്. നിൻ്റെ ജീവിതത്തിൽ ന്യായം കണ്ടെത്താത്തതായ അനേക വിഷയങ്ങളുടെ മുൻപിൽ ദൈവം അവിടെ ന്യായത്തെ സൃഷ്ടിക്കും നിനക്ക് വേണ്ടി. എന്തുകൊണ്ടെന്നാൽ നീ ന്യായതൽപരനായിരിക്കുന്നു. നിനക്ക് നീതി ഒരിടത്തും ലഭിക്കുന്നില്ല എങ്കിലും നീതിപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ഒരു 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 പിന്തുണ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരിടത്തും നിനക്ക് ലഭിക്കുന്നില്ലെങ്കിലും നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുമ്പോൾ നിൻ്റെ ആഗ്രഹം നീതിപൂർണമായ ഒരു ജീവിതം ചെയ്യുവാനുള്ളതായ നിൻ്റെ ആഗ്രഹം ദൈവത്തെ ഭരമേൽപ്പിക്കുമ്പോൾ നീ പോകുന്ന വഴികളിലൊക്കെയും നീതിയെ കൊയ്യുന്നവനായി ദൈവം നിന്നെ സൃഷ്ടിക്കും. ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തും. ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് വീണ്ടും നമുക്കൊന്ന് വരാം. 37-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം, അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ഇരുളടഞ്ഞ ജീവിതത്തിൽ ആരും നോക്കാതെയും ശ്രദ്ധിക്കാതെയും ആരാലും പുകഴ്ത്താതെയും ആരാലും ഒരു നല്ല വാക്ക് കേൾക്കുവാൻ വിധിയില്ലാതെ ജീവിതത്തിൽ നീതി പ്രവർത്തിച്ചിട്ടും ന്യായം പ്രവർത്തിച്ചിട്ടും നിരാശ കൊണ്ട് നിൽക്കുന്നതായ ജീവിതങ്ങളോട് ദൈവം ചെയ്യുന്നതായ വാഗ്ദത്തമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ആരും നിൻ്റെ ന്യായത്തിന് വില തന്നിട്ടില്ലേ? ആരും നിൻ്റെ നീതിക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലേ? എന്നാൽ ആ നീതിയും നീ പ്രവർത്തിച്ചിട്ടുള്ള ന്യായവും ദൈവകരത്തിൽ കൊടുക്കുക. ദൈവം അതിനെ മധ്യാഹ്നം പോലെയും പ്രഭാതം പോലെയും പ്രകാശിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. നിന്നാലത് ചെയ്യുവാൻ കഴിയുകയില്ല, നിന്നാലത് നിർവഹിക്കാൻ കഴിയുകയില്ല. പക്ഷേ ദൈവം അത് ഭാരമേറ്റുകൊടുക്കുമ്പോൾ അത് പ്രകാശിക്കുന്നതായി കാണും. അനേകർക്ക് വെളിച്ചമുള്ളതായി തീരും. അനേകർ അതിൽ കൂടെ വഴി നടക്കുന്നതിനിടയായി തീരും. ഈ പ്രഭാതത്തിൽ നിനക്കും നിൻ്റെ തലമുറകൾക്കും അങ്ങനെയുള്ളൊരു നീതിയെ പിന്തുടരുവാൻ, ന്യായത്തെ പിന്തുടരുവാൻ ദൈവം പ്രകാശഭരിതമായ ഒരു പ്രഭാതം നിൻ്റെ മുൻപിൽ തുറക്കുമാറാകട്ടെ, നിനക്ക് ലഭിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.